കഥയും പാട്ടും കളികളുമായൊരു VBS. കൂട്ടുകാർക്കായി വീണ്ടും വന്നേ കിഡ്സ് VBS, ഓൺലൈൻ VBS. വണ്ടർലായിൻ കാഴ്ചകൾ കാണാൻ കൂടെ പോരൂ കൂട്ടരേ. വണ്ടർ 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 വണ്ടർലാ. ഉറുമ്പും കാക്കയും കഴുതയും കഴുകനും തിമിംഗലവുമുണ്ടേ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ. സന്തോഷത്തിൻ കാലം, വീണ്ടും സന്തോഷത്തിൻ കാലം. സന്തോഷത്തിൻ കാലം, വീണ്ടും സന്തോഷത്തിൻ കാലം. കഥയും പാട്ടും കളികളുമായൊരു VBS. കൂട്ടുകാർക്കായി വീണ്ടും വന്നേ കിഡ്സ് VBS, ഓൺലൈൻ VBS. വണ്ടർലായിൻ കാഴ്ചകൾ കാണാൻ കൂടെ പോരൂ കൂട്ടരേ. വണ്ടർ 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 വണ്ടർലാ. ഉറുമ്പും കാക്കയും കഴുതയും കഴുകനും തിമിംഗലവുമുണ്ടേ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ. ധാരാളം കുഞ്ഞുങ്ങൾ ഈ അടുത്ത ദിവസം അങ്കിളിനോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: അങ്കിളെ, എന്തുകൊണ്ടാണ് ഓൺലൈൻ VBS കാണാതിരുന്നത്? അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം, കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ ധാരാളം ഓഫ്ലൈൻ VBSകൾ ക്രമീകരിക്കുകയുണ്ടായി. കൂട്ടുകാരൊക്കെ വളരെ സന്തോഷത്തോടെ ആ VBSകളിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഒരു ഓൺലൈൻ VBS വേണ്ട എന്ന് ചിന്തിക്കുകയായിരുന്നു. മാത്രമല്ല, അങ്കിൾ പ്രത്യേകമായിട്ടൊരു ചിന്ത വന്നത്, ഓണം വെക്കേഷൻ്റെ സമയത്ത് കൂട്ടുകാർ വെറുതെ ഇരിക്കുക, അവർക്ക് മറ്റ് യാതൊരു പ്രോഗ്രാംസും ഇല്ല. ആ സമയത്ത് നിങ്ങളിലേക്ക് ഈ VBS എത്തണം, തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഓണം വെക്കേഷൻ VBS നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഓൺലൈൻ VBS ഓണം വെക്കേഷൻ സമയത്ത് നിങ്ങളിലെത്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയതോർത്ത് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന പ്രത്യേക തീമോടുകൂടിയാണ് ഈ വർഷത്തെ നമ്മുടെ VBS ആഗതമായിരിക്കുന്നത്. ദ വണ്ടേഴ്സ് ഇൻ വണ്ടർല എന്ന് പറയുന്ന മനോഹരമായ ഒരു തീമാണ് ഈ പ്രാവശ്യം നമ്മുടെ VBSനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനോഹരമായ ചില കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ VBS സന്തോഷത്തോടെ നമുക്കൊന്ന് ആസ്വദിച്ചാലോ? ദൈവം നിങ്ങളെ എല്ലാവരെയും ആയിരിക്കുന്നിടങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന 2 ഗാനങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾ ഇതിനോടകം 2 ഗാനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിലൂടെ ഈ വർഷത്തെ നമ്മുടെ ഈ VBSൻ്റെ തീമിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങൾ കഥകൾ കേൾക്കുമ്പോൾ, പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലൂടെയൊക്കെയും ആ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഒരു പുതിയ പാട്ടും ഒരു പഴയ ഗാനവും നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും ഇടയായിട്ട് തീരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മനോഹരമായ 2 ഗാനങ്ങൾക്ക് ശേഷം അതിൻ്റെ പിന്നാലെ ഈ വർഷവും നമ്മളെ വാക്യം പഠിപ്പിക്കുവാനായിട്ട് ബിൻസി ആൻറ്റി എത്തിച്ചേരുന്നതാണ്. മനോഹരമായ ബൈബിൾ വേഴ്സ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പാട്ട് കേട്ട് വാക്യം പഠിച്ചിട്ടെന്ന് വന്നാലോ? ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്ലീസ് ലിസൺ കെയർഫുള്ളി.
കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ഞാനൊരു കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. ഞാനൊരു കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ഞാനൊരു കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. ബലമില്ല ശക്തിയുമില്ല നാഥനില്ല നായകനും. ബലമില്ല ശക്തിയുമില്ല നാഥനില്ല നായകനും. മേൽനോട്ടത്തിനാളുമില്ല അധിപതിയുമില്ല. മേൽനോട്ടത്തിനാളുമില്ല അധിപതിയുമില്ല. ഞാനൊരു കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ഞാനൊരു കുഞ്ഞനുറുമ്പ് എനിക്കൊത്തിരി പറയാനുണ്ട്. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. ബുദ്ധി പഠിക്കാൻ എന്നെ നോക്കൂ അലസരാകാതെ. അധ്വാനിക്കാം പരിശ്രമിക്കാം വിജയത്തിനായി മുന്നേറാം. അധ്വാനിക്കാം പരിശ്രമിക്കാം വിജയത്തിനായി മുന്നേറാം. ശക്തി തരുന്നൊരു ദൈവം എന്നും കൂടെയുണ്ടല്ലോ. 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 Kids Kingdom, a special program for children. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBSലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ VBSന്റെ ഫസ്റ്റ് ഡേ ആണല്ലേ? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സ്കൂളൊക്കെ അടച്ചു. ഇനി നമ്മൾ പാട്ടുകളും കഥകളും വാക്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോവുകയാണ്. ആൻറ്റി ഇന്ന് നിങ്ങളെ വാക്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ട് പോവുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാ. നല്ല പ്രഭാതത്തില് നല്ല ഉറക്കത്തിന്റെ സമയത്ത്
പപ്പയും മമ്മിയും വന്ന് നമ്മളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാറുണ്ടോ? ഉണ്ടല്ലേ? അലാമൊക്കെ അടിക്കുമ്പോ അതിന്റെ ശബ്ദം കേൾക്കുമ്പോ ദേഷ്യം വരാറുണ്ടോ? ഉണ്ടല്ലേ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ആന്റിക്ക് അങ്ങനെയാ, നിങ്ങൾക്ക് അങ്ങനെയാണോ? ഓ, നിങ്ങൾക്കും അങ്ങനെയാണല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. അത് ഏതാണെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ആ വാക്യം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14. ആൻറ്റി നിങ്ങളെ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആൻറ്റി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Awake, you who sleep, arise from the dead, and Christ will give you light. ഇവിടെ ഉറങ്ങുന്നവനെ എന്ന് പറയുന്നുണ്ടല്ലേ? അതെന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞ ഉറക്കത്തെക്കുറിച്ചാണോ? അല്ല അല്ലേ? ഇവിടെ ആത്മീയമായിട്ട് ഉറങ്ങുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക. ആരാ മരിച്ചവര്? ലോക മനുഷ്യരുടെ ഇടയിൽ അലസമായിട്ട് കിടക്കാതെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിച്ചാലോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ? ഈ സ്ക്രീനിലേക്ക് നോക്കണം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? ആൻറ്റി വാക്യം പറഞ്ഞു തരുമ്പോൾ എല്ലാവരും ഈ സ്ക്രീനിൽ നോക്കി നല്ല ശബ്ദത്തിൽ പറയണം. റെഡിയാണോ? ഓക്കെ. എഫെസ്യർ 5:14. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അല്പ സ്പീഡിൽ ഒന്നുകൂടെ പറഞ്ഞാലോ? എഫെസ്യർ 5:14. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എല്ലാവരും ചേർന്നൊന്നുകൂടെ പറഞ്ഞേ. എഫെസ്യർ 5:14. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എല്ലാവരും വാക്യം പഠിച്ചോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നോട് പറഞ്ഞാലോ? എഫെസ്യർ 5:14. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എല്ലാവരും വാക്യം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വാക്യവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. Kids Kingdom, a special program for children. ഒരു വലിയ കോട്ടയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊരു വലിയ കോട്ടയാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ മനോഹരമായ ഉദ്യാനങ്ങളാണുള്ളത്. 5 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ കോട്ടയുടെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കോട്ടയിൽ 5 കവാടങ്ങളാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവാടം എന്ന് പറയുന്നത് ദ ഡോർ ഓഫ് വിസ്ഡം എന്നറിയപ്പെടുന്ന ഒരു കവാടമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് പോയി ആ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിച്ചാലോ? യെസ്, എൻ്റെ കൂടെ യാത്ര ചെയ്യുക. നമുക്ക് ആ ഉദ്യാനത്തിനുള്ളിലേക്ക് പോവാം. വളരെ മനോഹരമായ ഒരു ഉദ്യാനത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യാനത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ സന്തോഷമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഉദ്യാനത്തിലെ കാഴ്ചകളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉദ്യാനം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. എത്ര നല്ല കാഴ്ചകളാണെന്നറിയാമോ ഈ ഉദ്യാനത്തിൻ്റെ ഉള്ളിലുള്ളത്? വ്യത്യസ്തമായ ജീവജാലങ്ങൾ ധാരാളം ഈ ഉദ്യാനത്തിലുണ്ട്. നമ്മുടെ കണ്ണിന് വളരെ കുളിർമയേകുന്ന നിരവധി കാഴ്ചകളും നല്ല അന്തരീക്ഷവുമാണ്
ഈ ഉദ്യാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഉദ്യാനത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് ഒരുമിച്ച് അങ്കിള് സമയം ചിലവഴിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഉദ്യാനത്തിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. അവരെയൊക്കെയും നിങ്ങൾക്ക് ഇതിനിടയിൽ കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ കണ്ണിന് കാണുവാൻ കഴിയുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നോയിക്കേ, ഒരു കൂട്ടം ജീവജാലങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടുവേണം കേട്ടോ, കണ്ടേ നോക്കിക്കണം. നല്ല ജീവജാലങ്ങൾ, എത്ര നല്ല സൗഹൃദത്തോടും സ്നേഹത്തോടും അവർ പോകുന്നത് നോക്കിക്കേ. അവരെല്ലാവരും വളരെ ശാന്തതയോടെ വളരെ സന്തോഷത്തോടെ പോകുന്നവരാ. നിങ്ങൾക്ക് അവരെ കാണാനായിട്ട് കഴിയും. അങ്കിളിന്റെ മുന്നിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെയുള്ള മറ്റനേക ജീവജാലങ്ങളാണ് ഈ ഉദ്യാനത്തിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ജീവജാലങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെയൊക്കെ ജോലി വളരെ കഠിനമായ ജോലികളാണ്. ഒത്തിരി അധ്വാനിക്കുന്ന ജീവജാലങ്ങളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന അനേക ജീവജാലങ്ങളിൽ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ജീവജാലങ്ങൾ ധാരാളം ജോലികൾ ചെയ്യുന്നവരാ. അപ്പോൾ ഇന്ന് അങ്കിൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അങ്ങനെ നിങ്ങളുടെ കണ്ണിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ജീവിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കാരണം നിങ്ങൾ പാട്ടിൽ അത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കണ്ണിന് കാണുവാൻ സാധ്യത കുറവുള്ള ആ ജീവി എന്ന് പറയുന്നത് ഉറുമ്പാണ്. ഉറുമ്പിനെ കുറിച്ചാണ് അങ്കിൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാം ഉറുമ്പിനെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉറുമ്പിന്റെ കടി മേടിച്ചിട്ടുണ്ട്. ഉറുമ്പിന്റെ കൂട്ടിൽ കയറി അറിയാതെ ചവിട്ടി കടിമേടിച്ച് കരഞ്ഞവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എന്നാൽ ഉറുമ്പ് എന്ന് പറയുന്ന ജീവി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അങ്കിൾ പെട്ടെന്ന് ഉറുമ്പിനെ കുറിച്ച് ഒരു 4 കൂട്ടം കാര്യങ്ങൾ പറയാം. വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ എന്തൊക്കെയാണ് എന്നുള്ളത്. 4 കൂട്ടം കാര്യങ്ങൾ അങ്കിള് ഉറുമ്പിനെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഉറുമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഉറുമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ യൂണിറ്റിയാണ്. ദേ ആർ ദ ടീം വർക്കേഴ്സ്. അവരെല്ലാവരും ഒരുപോലെ കൂട്ടത്തോടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരൊരുപോലെ എല്ലാവരുടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരു ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്കൊരു അല്പം അരി കൊണ്ടുവരണം. അതിന് അവരെല്ലാവരോടും പോകുക. നിങ്ങൾക്കറിയാമല്ലോ, ഉറുമ്പിന് അരിഭാരം എന്നൊക്കെ നിങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഉറുമ്പിനേക്കാൾ വലിയതാണ് 1 മണി അരി എന്ന് പറയുന്നത്. പക്ഷെ ആ 1 മണി അരി കൊണ്ടുവരാൻ അവരെല്ലാവരും എടുക്കുന്ന എഫോർട്ട് എത്ര വലിയതാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവരിലുള്ള ഒന്നാമത്തെ പ്രത്യേകത, അവരോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ലെസൺ, അവരെല്ലാം നല്ല യൂണിറ്റി ഉള്ളവരാണ്. അവരെല്ലാം ടീം വർക്കേഴ്സ് ആണ്. ചെറിയ ഉറുമ്പുകളാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തി വലിയതാണ്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരാരാണ്? അവർ ടീം വർക്കേഴ്സ് ആണ്. യൂണിറ്റി അവർക്കിടയിലുണ്ട്. രണ്ടാമത് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരൊരിക്കൽ പോലും വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവരാണ്. ദേ നെവർ ഗീവ് അപ്പ്. അവരൊരിക്കൽ പോലും അവരുടെ പരാജയത്തിന് വേണ്ടി നോക്കിയിരിക്കത്തില്ല. അതിന് ഞങ്ങളൊരു ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് സ്റ്റോൺ കൊണ്ടിട്ട് പോയിക്കുക, ഒരു ചെറിയ കല്ല് അവിടെ കൊണ്ടിടുക. അപ്പോൾ ഉറുമ്പിന്റെ യാത്രയുടെ ആ വഴിയുടെ നടുക്ക് കൊണ്ട് ഒരു കല്ലിട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഉറുമ്പിനെ ഞാൻ പറ്റിച്ചേ, ഇനി ഉറുമ്പിന് പോകാൻ കഴിയുകയില്ലേ എന്നൊക്കെ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഉറുമ്പുകൾ അങ്ങനല്ല. ഉറുമ്പ് എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഉറുമ്പ് ആ സ്റ്റോണിന് മുകളിലൂടെ കയറി സഞ്ചരിക്കാനായിട്ട് തുടങ്ങും. ഇല്ലെങ്കിൽ ഉറുമ്പുകളെല്ലാം കൂടി അതിന്റെ സൈഡിലൂടെ പോയി, അയ്യോ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ മടുത്തു, ഈ കല്ല് കാരണം ഞങ്ങൾക്ക് ഇനി പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഉറുമ്പ് മടങ്ങിപ്പോവുകയില്ല. ഉറുമ്പുകളെല്ലാം വഴിമാറി അല്ലെങ്കിൽ അതിന് മുകളിലൂടെ കയറി അവരുടെ യാത്ര തുടരും. അവരൊരിക്കൽ പോലും വിട്ടുകൊടുക്കാതെ കരുത്തോടെ പ്രവർത്തിക്കുന്ന ചെറിയ ജീവികളാണ്. മൂന്നാമത് ഉറുമ്പുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ ഓർഗനൈസ് ചെയ്യാൻ വളരെ വിദഗ്ധരാണ്. എന്താ ഓർഗനൈസ് ചെയ്യാൻ വിദഗ്ധരാണ് എന്ന് പറയാനുള്ള കാരണം, അവരുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നിന്ന് പഠിക്കുവാനുള്ള പാഠങ്ങൾ നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉറുമ്പുകൾ എന്തിനാണ് ഈ ദൂരെ നിന്ന് പോയി ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന്. ഉറുമ്പുകൾ വളരെ ചെറുതാണ്. അതിന് കഴിക്കാൻ വലിയൊരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നാൽ ഒരു പ്രയോജനവും ഇല്ലല്ലോ, അതിന് കഴിക്കാനുള്ളത് മാത്രം കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷേ അവർ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുമ്പോൾ അത് വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലും അവരെല്ലാവരും അത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക. അതിനുവേണ്ടി അവരൊരു നല്ല
പ്ലാനിടും. ആ പ്ലാൻ വെച്ചിട്ട് അവരെല്ലാവരുടെ ആ ഭക്ഷണ സാധനം അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ടിടയായിട്ട് തീരും. അവരെന്തിനാ അത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ അതിനവർക്ക് ആ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അവരെ കൊണ്ടുവരുന്ന ഭക്ഷണം അന്നത്തേക്കിനുള്ളതല്ല. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ ശേഖരിച്ചു വെക്കുന്നവരാണ്. എന്തിനു വേണ്ടി? അവർ ഇന്ന് അധ്വാനിക്കുന്നത് അവരുടെ നാളേക്ക് വേണ്ടിയാണ്. ഫോർ ദെയർ ബെറ്റർ ഫ്യൂച്ചർ. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ ഭക്ഷണ സാധനങ്ങളെ ശേഖരിച്ചു വെക്കുക. ഇപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുന്നു, അവർ ശേഖരിച്ചു വെക്കുന്നു നാളേക്ക് വേണ്ടി. എത്ര നല്ല മാതൃകയാണ് നമുക്ക് അവരിൽ നിന്നും പഠിക്കുവാനായിട്ടുള്ളത്. നാലാമത്തെ പാഠം അങ്കിൾ പറയട്ടെ. അവരുടെ സ്വഭാവം, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അവരുടെ അഡാപ്റ്റബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ ഉറുമ്പുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരെ കാണുമ്പോൾ എവിടെയൊക്കെ ആയിട്ട് അവരെ കാണുന്നത്? ഉറുമ്പുകൾ നമ്മുടെ വീട്ടിലുണ്ട്, ഒരുപക്ഷെ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന കിച്ചണിലുണ്ട്, നമ്മുടെ വീടിന് ചുറ്റുവട്ടങ്ങളിലുണ്ട്, നമ്മുടെ പേരൻസ് ഒക്കെ വെക്കുന്ന ചെടിച്ചട്ടികൾക്കിടയിലുണ്ട്. നമ്മളിനിയും ഒരു വനത്തിലേക്കൊന്നുമൊക്കെ ആ വനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഉറുമ്പുകളെ കാണാനായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും വസിക്കുന്ന ജീവിയാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. നല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴേ ഈ വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ അതിനകത്തുനിന്ന് ഉറുമ്പുകളുടെ കൂടിനകത്ത് വെള്ളം കയറുമ്പോൾ അതുങ്ങൾ അതിന് മുകളിലൂടെ വെള്ളത്തിന് മുകളിലുള്ള ചെറിയ വുഡിന്റെ പീസൊക്കെ കിട്ടുമ്പോൾ അതിലെല്ലാം കയറിയിരുന്ന് വെള്ളത്തിന് മുകളിലൂടെയും സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാനുള്ള പ്രത്യേക കഴിവുകൾ ഉറുമ്പിന് ഉണ്ട് എന്നുള്ളതാണ്. അങ്കിൾ 4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു ഉറുമ്പിനെ കുറിച്ച്. 1, അവരുടെ യൂണിറ്റി, അവർ നല്ല ടീം വർക്കേഴ്സ് ആണ്. 2, അവരൊരിക്കലും വിട്ടുകൊടുക്കാത്തവരാണ്. ദേ നെവർ ഗീവ് അപ്പ്. ഒരിക്കൽ പോലും പരാജയപ്പെട്ട് മാറുന്നവരല്ല, അവർ കരുത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. 3, അവരുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി, അവർ നല്ലതുപോലെ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നവരാണ്. 4, അവരെ കുറിച്ച് നമ്മൾ വായിച്ചത് അഡാപ്റ്റബിലിറ്റി. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആ സാഹചര്യങ്ങളിൽ അവർ തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് അവിടെ ജീവിക്കുന്നവരാണ്. അവരൊരിക്കലും സാഹചര്യം കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവരല്ല. ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠമാണ് അങ്കിൾ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ അങ്കിൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉറുമ്പിനെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളതാണ്. അങ്കിൾ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകട്ടെ. നമുക്ക് 2 വേദഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്നും ഒന്ന് വായിച്ചു കേട്ടാലോ? ദൈവത്തിന്റെ വചനത്തിൽ ഉറുമ്പുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 ഭാഗങ്ങൾ അങ്കിളൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടാലോ? മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 30-ന്റെ 25-ാമത്തെ വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു കേട്ടാലോ? സദൃശ്യവാക്യങ്ങൾ 30-ന്റെ 25-ാമത്തെ വാക്യം. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കൂട്ടുകാർ കേട്ടോ, ദൈവത്തിന്റെ വചനത്തിൽ ഉറുമ്പുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 വേദഭാഗങ്ങളാണ് അങ്കിൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചത്. അപ്പോൾ ഈ 2 ഭാഗത്തും മക്കൾ ശ്രദ്ധിച്ചു കാണും എന്ന് അങ്കിൾ വിചാരിക്കുകയാണ്. ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. ആർക്കാണെന്നറിയാമോ? മടിയനാ ഉപദേശം നൽകിയിരിക്കുന്നത്. മടിയനോട് പറയാ, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അവനെ നോക്കി ബുദ്ധി പഠിക്കാൻ. അപ്പൊ നമുക്ക് ബുദ്ധി കിട്ടണമെങ്കിൽ ഉറുമ്പിന്റെ അടുത്ത് ചെല്ലണമെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പിനെ കഴിച്ച കണ്ണിന് കാഴ്ച കിട്ടുമെന്ന്. ശരിയാണെന്ന് അറിയത്തില്ല, ആരും ഉറുമ്പിനെ കഴിക്കരുതേ. പക്ഷേ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ ബൈബിൾ പറഞ്ഞിരിക്കുക. എന്താ അതിന് കാരണം? അടുത്ത വാക്യം പറയാണ്, അതിന് നായകനും അധിപതിയും മേൽവിചാരകനും ഒന്നുമില്ലാതിരുന്നിട്ടും അവരെല്ലാം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് ആർക്കും ലീഡർമാരില്ല. അവിടെ ഞാനാണ് ഹീറോ എന്ന് പറയാൻ അവരുടെ കൂട്ടത്തിൽ ആരുമില്ല. അവരെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി എന്താ? വരാൻ പോകുന്ന വിന്റർ സീസണെ അതിജീവിക്കുവാൻ അവർ വേനൽക്കാലത്ത് ഭക്ഷണമൊരുക്കി സൂക്ഷിച്ചു വെക്കുക. അല്പം കഴിയുമ്പോൾ മഴയൊക്കെ തുടങ്ങും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളുടെ സമയത്തേക്ക് സുഖമായിട്ടിരുന്ന ഭക്ഷണം കഴിക്കാൻ ഉറുമ്പുകൾ വേനൽക്കാലത്ത് ഭക്ഷണം ഒരുക്കി വയ്ക്കുന്ന ജീവജാലങ്ങളാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, അങ്കിൾ ഇങ്ങനെ പറയട്ടെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ ബുദ്ധി പഠിക്കേ. ആരുടെ അടുക്കൽ പോയി? മടിയാ നീ വെറുതെ കിടന്ന് ഉറങ്ങരുത്. നമ്മളൊക്കെ മിക്കവാറും
ഒക്കെ മടി പിടിച്ചിരിക്കുന്നവരാ, അല്ലയോ? അപ്പോൾ നമുക്ക് മടി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മടി പിടിച്ച് അലസരായിട്ടിരിക്കരുത്. ഉറുമ്പിനെ പോലെ നാളേക്ക് വേണ്ടി, ഫോർ അവർ ബെറ്റർ ഫ്യൂച്ചർ, നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ഇന്ന് അധ്വാനിക്കണം. നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് പഠിക്കാൻ പറയത്തില്ലയോ? അപ്പോൾ നമ്മൾ അലസരായിട്ടിരിക്കാറില്ലയോ? എന്തുകൊണ്ടാ അവർ നമ്മളെ കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്? നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, നാളെ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് തീരുവാൻ നിങ്ങളുടെ പേരൻസ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് അലസനായിട്ടിരിക്കരുത്. അതുകൊണ്ടല്ലയോ നമ്മൾ ഇന്നൊരു വാക്യം പഠിച്ചത്? എന്താ വാക്യം പഠിച്ചത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ മാറ്റിവെക്കണം. ആത്മീകമായ ഉറക്കത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ആ അലസതയൊക്കെ വെടിയണം. എന്നിട്ട് നമുക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ ഇടയായിട്ട് തീരണം. ഇനി നമ്മൾ സദൃശ്യവാക്യം 30-25 വാക്യത്തിൽ വായിച്ചു കേട്ടത് എന്തായിരുന്നു? ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. അപ്പോൾ ഉറുമ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, ഉറുമ്പ് ബലഹീന ജാതിയാണ്. എന്നാൽ ആദ്യം പറയുകയാണ്, മടിയ നീ ഉറുമ്പിന്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്കുക. എന്നാൽ ഉറുമ്പ് നിന്നെ ബുദ്ധി പഠിപ്പിക്കുന്ന ജീവിയാണ്. ഇവിടെ പറയാം ഉറുമ്പ് ബലഹീന ജീവിയാ. ഉറുമ്പ് പറയാ, അയ്യോ എന്നെ കാണാൻ കൊള്ളില്ല, ഞാനൊരു കുഞ്ഞു ജീവിയാണ് എന്ന് പറഞ്ഞ് മടി പിടിച്ച് എനിക്കൊരു കഴിവുമില്ലേ എന്ന് പറഞ്ഞ് ഉറുമ്പുകൾ ആരും അലസരായിട്ടിരിക്കുന്നില്ല. അവർ എപ്പോഴും ആക്റ്റീവാണ്. എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഉറുമ്പ് ബലഹീന ജാതി എന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് പറയുക, വേനൽക്കാലത്തേക്ക് ആഹാരം അവർ സമ്പാദിച്ചു വയ്ക്കുന്നു. അങ്കിൾ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ജീവിതം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. അലസതയോടെ ജീവിക്കുവാനുള്ളതല്ല, മടിപിടിച്ച് ഇരിക്കുവാനുള്ളതല്ല. ഈ ഏറ്റവും ചെറിയ ജീവിയായിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ഉദ്യാനത്തിലെ നമ്മുടെ കണ്ണിന് പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഈ കുഞ്ഞനുറുമ്പുണ്ടല്ലോ, ഈ കുഞ്ഞനുറുമ്പ് വളരെ അധ്വാനിക്കുന്നതാണ്. അതുപോലെ നമുക്കും പ്രവർത്തിക്കുവാൻ ഇടയായിട്ട് തീരണം. എങ്ങനെ പ്രവർത്തിക്കണം? ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. അങ്കിള് ആദ്യം ഉറുമ്പുകളെ കുറിച്ച് പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. 1, അവർ യൂണിറ്റിയോടെ ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. 2, അവരൊരിക്കലും മടി പിടിച്ച് മാറിപ്പോയി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരല്ല, അവർ അതിന്മേൽ വിജയം കൈവരിക്കുവാൻ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ്. 3, അവർ നല്ലോണം ഓർഗനൈസ് ചെയ്യുന്നവരാണ്. എന്താണ് ഓർഗനൈസ് ചെയ്യുന്നത്? നാളേക്ക് വേണ്ടി അവർ ചിന്തിച്ച് ഓർഗനൈസ് ചെയ്യുന്നവരാണ്. 4, അവരുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും അവർ അതിജീവിക്കും. അങ്കിൾ ഇത് പറഞ്ഞപ്പോൾ അങ്കിളുടെ മനസ്സിൽ ഓടി വരുന്ന ബൈബിളിലെ ഒരു കഥാപാത്രമുണ്ട്. അങ്കിൾ പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ. മറ്റാരുമല്ല, യോസേഫ് എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് 105 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം അങ്കിൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 105 സങ്കീർത്തനം 17 വാക്യം നമുക്കൊന്ന് കേട്ടാലോ? അവർക്കു മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. മതി. അവിടെ നമ്മൾ വായിക്കുന്നത് യോസേഫിനെ കുറിച്ചാ. യോസേഫിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്കിൾ ഈ പറഞ്ഞ ഉറുമ്പിലുണ്ടായിരുന്ന ആ സ്വഭാവം യോസേഫുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. യോസേഫിന്റെ ജീവിതം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് വിറ്റുകളയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. ആ യോസേഫ് മിസ്രൈമിലെത്തി. മിസ്രൈമിലെ ഉന്നതനായ വ്യക്തിയായിട്ട് യോസേഫ് തീർന്നു. ബുദ്ധിയോടെ യോസേഫ് പ്രവർത്തിച്ചു. യോസേഫ് ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് താൻ കണ്ട സ്വപ്നമനുസരിച്ച് വരാൻ പോകുന്ന ഭാവി കാലത്ത് ഉണ്ടാകാവുന്ന ക്ഷാമത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭക്ഷണമെല്ലാം സ്വരൂപിച്ചു വെച്ചു. ആവശ്യം പോലെ ഭക്ഷണം ശേഖരിച്ചു വെച്ച് ആ ജനത്തെയും മറ്റുള്ള ദേശത്തുനിന്ന് വരുന്നവർക്ക് പോലും കൊടുക്കത്തക്ക നിലയിൽ, എന്തിന്? തന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി പോലും യോസേഫ് കാര്യങ്ങളെ ക്രമീകരിച്ച് ബുദ്ധിയോടെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, യോസേഫിന്റെ ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. യോസേഫ് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മാറാത്ത മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒത്തിരി വേദന ഉണ്ടായിരുന്നു. താനായിട്ട് വരുത്തിയ വേദനയൊന്നുമല്ല. എന്നാൽ ആ വേദനകളെ ഒക്കെയും യോസേഫ് ഓവർകം ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവം ധാരാളം കൃപ യോസേഫിന് നൽകി. മാത്രമല്ല, യോസേഫിന്റെ ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? യോസേഫിന്റെ അഡാപ്റ്റബിലിറ്റി. യോസേഫ് എവിടെയായിരുന്നു ആയിരുന്നത്? യോസേഫ് പോയ വീടുകൾ നിങ്ങൾക്കറിയാം. യോസേഫ് ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. യോസേഫ് പോത്തിഫറിന്റെ ഭാര്യയുടെ അടുക്കൽ പോകേണ്ടതായിട്ട് വന്നു. യോസേഫ് ആ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും യോസേഫ് അവിടെയെങ്ങും പരാജയപ്പെട്ടു പോയില്ല. യോസേഫ് അതിനെയെല്ലാം ഓവർകം ചെയ്തു. അവിടെ നിന്നെല്ലാം വിജയം കൈവരിക്കുന്നവനായിട്ട് തീർന്നു. പ്രിയ കുഞ്ഞെ,
നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം. അവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മടുത്തു കളയരുത്. അവിടെ കൊണ്ട് ജീവിതം തകർന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പരാജയപ്പെടരുത്. അതിനെ ഓവർകം ചെയ്യുവാൻ, മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി സഹായിക്കട്ടെ. ഈ കൊച്ചു ജീവിയായിരിക്കുന്ന ഉറുമ്പ് പഠിപ്പിക്കുന്ന ഈ മനോഹരമായ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായിട്ട് ഭവിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. വരുന്ന ദിവസം മറ്റൊരു ധ്യാനത്തിലെ മനോഹരമായ കാഴ്ചകളും അപ്പോൾ തന്നെ മനോഹരമായ മറ്റൊരു കഥയുമായി അങ്കിൾ വീണ്ടും വരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ, സന്തോഷത്തിൻ കാലം വീണ്ടും സന്തോഷത്തിൻ